ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലൂസ് കഫേ. ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. വേനൽക്കാലത്ത് നമുക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മാങ്ങയൊക്കെ ഉള്ള ഒരു സീസണാണല്ലോ, മാംഗോ സീസൺ എന്നൊക്കെ പറയുന്ന ഒരു സീസണാണല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ മാങ്ങ പറിച്ച് നന്നായിട്ട് ഒരു 5 ദിവസം നല്ലോണം ഉപ്പൊക്കെ ഇട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയ ശേഷം ഇതിനെ നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുക. അതേസമയം കുറേശ്ശായിട്ട് നമ്മളെടുത്ത് പിക്കിൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഉണക്ക മാങ്ങ പിക്കിളാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പം സ്റ്റേ ട്യൂൺ ടു മല്ലൂസ് കഫേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്ക മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഉണക്ക മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് മെയിനായിട്ട് വേണ്ടുന്നത് ഉണക്ക മാങ്ങ തന്നെയാണ്. ഉണക്ക മാങ്ങ ഞാൻ ഈ മാംഗോ സീസണിൽ നമ്മളുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കും, മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ മാംഗോസ് ഞാൻ ഒരു 5-6 മാങ്ങ നന്നായിട്ട് ഉണങ്ങി ശേഷം ഒരു 5 ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങിയ ശേഷം ഉപ്പിട്ടിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി വേണ്ടുന്നത് കടുക് വറുക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ്, കടുക്, അതുപോലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക്, അതുപോലെ തന്നെ ബാക്കി മസാല വേണ്ടുന്നത് 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി മാംഗോസിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഉലുവ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്ത് നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാനിൽ ഞാൻ നല്ലെണ്ണ 2 ടീസ്പൂൺ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പം നോർമലി നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുകിട്ട് കൊടുക്കുവാണ്. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കണം. കടുക് പക്ഷേ ഫുള്ളായിട്ടൊന്ന് പൊട്ടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഏകദേശം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കറിവേപ്പിലയും വറ്റൽമുളകുമാണ്. വറ്റൽമുളക് ഒന്ന് പീസുകളാക്കി എടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില തണ്ട് കളഞ്ഞ് ഒന്ന് എടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ തീ സിമ്മിലേക്ക് ആക്കുക. അല്ലെങ്കിൽ നമ്മളിനി മസാല ഇടുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ പെട്ടെന്ന് നമുക്ക് ഇട്ട് കൊടുക്കണം. തീ മറക്കരുത്, തീ സിമ്മിലേക്ക് ആക്കുക. എടുത്തു വെച്ചിരിക്കുന്ന 1.5 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. മുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഓൾറെഡി മാങ്ങയ്ക്കകത്ത് ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ മാത്രമേ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂട്ടിയിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ ആവശ്യം കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കുക. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ആ വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമാങ്ങ, 1 കപ്പ് ഉണക്കമാങ്ങ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ ഉണക്കമാങ്ങ അതിനകത്ത് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവണം. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെള്ളം മാങ്ങ അച്ചാറിൽ വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം റീറ്റെയിൻ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഡ്രൈ ആക്കാം. ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഉണക്കമാങ്ങ ഉണങ്ങി തന്നെ ഇരിക്കും. അതുകൊണ്ട് അല്പം വെള്ളത്തോടു കൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ 2 മിനിറ്റ് ഇതിനെ മാങ്ങയൊന്ന് വെള്ളത്തിനകത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഉണക്കമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്